மலைகளின் நடுவே தேயிலைக்காடு, அதற்கு நடுவேதான் இவர்களுடைய வீடு, இயற்கையோ இவர்களுக்கு போட்டது വറുമയെന്ന് കോടെന്ന് പറഞ്ഞു. ഞാൻ അമ്മമ്മയ്ക്ക് അടി കൊണ്ടിട്ട് ബ്രിട്ടീഷ് ഇത് ഈ പടിയാങ്ങാനിയുടെ അടി കൊണ്ടിട്ട് അവരുടെ തൊടയിൽ ഇപ്പോഴും ഒരു അടയാളം മരിക്കുന്നവരെ ഉണ്ടായിരുന്നു. കേരളത്തിൽ ഇന്നും വളരെ തുച്ഛമായ കൂലിക്ക് പണിയെടുക്കുന്ന ആൾക്കാരാണ് മൂന്നാറിലുള്ളത്. ഒരു ശരാശരി കേരളീയനെക്കാളും 50 കൊല്ലം 60 കൊല്ലം പുറകിലാണ് മൂന്നാർ തൊഴിലാളികൾ എന്നും ജീവിക്കുന്നത്. 500 പേരെ കൊണ്ട് ചെയ്യിപ്പിച്ച പണി ഇന്ന് 250 പേര് 200 പേരെ കൊണ്ട് ചെയ്യിപ്പിക്കും. കേരളത്തിന്റെ ഗവൺമെന്റുകൾ മൂന്നാർ തൊഴിലാളികളെ എന്നും കാണുന്നത് സെക്കൻഡറി പീപ്പിൾസ് എന്ന നിലയിലാണ്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും മാറി മാറി ഭരിക്കുന്ന ഈ കേരളത്തില് മൂന്നാറിന്റെ ലാൻഡ് ആരുടെ കൈവശമാണ്? സ്വന്തമായി ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഇല്ല മൂന്നാറിൽ. ഇത്രയും ജനങ്ങളും ഉണ്ട്. മാട്ടുപ്പെട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമേ തകർന്ന് തരിപ്പണമായി. ഇപ്പൊ ഡാമുള്ള സ്ഥലത്ത് നേരത്തെ ജനവാസമായിരുന്നു. നല്ല വെയിലിൽ എൻ്റെ അമ്മിനെ കാണുമ്പോൾ എനിക്ക് സഹതാപം തോന്നും. വേർത്ത് വിറുവിറുത്ത് അവർക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാലാവസ്ഥയിലേക്ക് മാറുകയാണ്. PS ഞങ്ങളുടെ നേതാവാണ്. റോസമ്മ പുണ്ണൂസിനെ ജയിപ്പിക്കുന്ന സമയത്ത് മൂന്നാറിലെ എസ്റ്റേറ്റുകളിലും മലകളിൽ കയറി അന്ന് വണ്ടി സംവിധാനവുമില്ല. ഞാൻ അന്ന് തൊട്ടേ പുള്ളി വന്ന് അവിടെ പാർട്ടി ഓഫീസ് പടുത്തുയർത്താനുള്ള പൈസ അടക്കം പിരിച്ചിട്ട് ആ പൈസ ഏൽപ്പിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് എന്നൊരു ചരിത്രമുണ്ട് മൂന്നാറിൽ. ഞങ്ങൾ കത്തിയെടുത്ത് വിറക് വെട്ടാൻ പോകുന്ന സമയത്ത് എൻ്റെ അമ്മ എപ്പോഴും പറയും, ഇവനെ പേന പിടിപ്പിക്കണം. ഒരു വില്ലേജ് ഓഫീസറിന്റെ മുമ്പ്, ഒരു താലൂക്ക് ഓഫീസിന് മുമ്പ്, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ആവശ്യത്തിനും മുമ്പ് മലയാളം അറിയാത്തത് കൊണ്ട് മാത്രം അവസരങ്ങൾ നഷ്ടപ്പെട്ട ഒരു സമൂഹമാണ്. കൃത്യമായി മലയാളം പഠിപ്പിക്കാത്തത് കൊണ്ട് ഇപ്പോഴും ആ ചൂഷണങ്ങൾ തുടരുകയാണ്. കമ്പനി അറിയാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ ഒരു മൂവ്മെന്റ് പോലും നടക്കില്ല. നിങ്ങളല്ല ആ സമൂഹത്തിൽ ഏത് മൂവ്മെന്റും കമ്പനിക്കെതിരായിട്ട് എന്തെങ്കിലും ന്യൂസ് കൊടുക്കുകയാണെങ്കിൽ പോലും അവരെ വിളിച്ചിട്ട് നിങ്ങൾ വന്ന് നമ്മളെ കാണണം എന്ന് പറഞ്ഞിട്ട് കമ്പനി ഇപ്പോഴും ഒരു റൂളിംഗ് ആണ്. അതെന്തുകൊണ്ടാണ് മൂന്നാർ ഇപ്പോഴും കമ്പനിയുടെ മൂന്നാറായി നിലനിൽക്കുന്നത്? നമ്മൾ വന്നിട്ട് ഒരു അടിമകളാണ്. നവീന അടിമകളൊന്നും പറയാൻ പറ്റില്ല. സ്ലേവ്സ്. ഈ സിസ്റ്റത്തിനെ മാറ്റാൻ പറ്റുന്നത് ഇടതുപക്ഷത്തിനാണ് എന്നുള്ളൊരു വിശ്വാസമാണ് എനിക്കുള്ളത്. അധ്വാനിച്ച് ആന്ത് പോയവർ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ആന്ത് പോയെന്ന് പറഞ്ഞാൽ കത്തി തീർന്നവരെന്നാണ് അർത്ഥം.